ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഒട്ടോമൻ രാജാക്കന്മാർ വന്നു. ആരൊക്കെ വന്നു? അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ. എന്നിട്ടോ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഇവിടെ ഉണ്ടായോ? മക്കളെ, ഇത് ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ പണ്ട് ഫിറഔൻ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഇസ്ലാമിനെ പണ്ട് അബൂജഹൽ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഞങ്ങളിങ്ങനെ ബേജാറാക്കി. ഇപ്പൊ നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളെ കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടത് കുട്ടികളോടൊക്കെ നമ്മൾ പറയും. ചെറിയ മക്കളൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. അപ്പോഴും നമ്മൾ പറയും, ഇനിയുള്ള കാലത്തൊക്കെ മുസ്ലിമായി ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. ആരും കേൾക്കും അത്. നമ്മളെ കുട്ടികളും കേൾക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ ഒന്നും ജീവിക്കാൻ പോലും വലിയ കഷ്ടപ്പാടിന്. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട. നമ്മളെന്തിനാ ഇത് മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം? ആര് പറഞ്ഞു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ്? ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ബേജാറാണ്? ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മള്? ഉണ്ടോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നബിയുല്ലാഹി ആദം, അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ, അമ്പിയാക്കളെ ചരിത്രം വിശുദ്ധ ഖുർആൻ അനുസ്മരണമാണ് നമ്മുടേത്. മഹാന്മാരുടെ 6666 ആയത്തുകളിൽ 1000 ചില്ലാനം ആയത്തും മഹാന്മാരുടെ അനുസ്മരണമാണ്. 1000 ചില്ലാനം ആയത്തും നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി. ഖുർആൻ ഏറ്റവും കൂടുതൽ അനുസ്മരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം, അല്ലേ? നിങ്ങൾ ഓർത്തു നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ നമ്രൂദ് ഒരുക്കിയത് വലിയ അഗ്നികുണ്ടാരാണ്. ഇബ്രാഹിം നബിനെ തീയിലിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? നമ്മൾ അടുപ്പിൽ വെച്ചു എന്നാണ് വിചാരിച്ചത്? ഈ സ്ഥലത്തിന് എന്താ പറയാ? നമ്മൾ ചൊക്കളിയോ? ഈ ചൊക്കളി ഒട്ടാകെ ഒരു മൈതാനിയായിട്ട് കൂട്ടിക്കോളിങ്ങൾ. അങ്ങനത്തെ ഒരു മൈതാനിയിൽ നിറയെ വിറക് ശേഖരിച്ചു. എന്നിട്ട് അതിന്റെ 4 മൂലയിൽ തീ കൊളുത്തി ഓളി കത്തിയിട്ട് ആകാശത്ത് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞിട്ട് താഴെ വീണു. അങ്ങനത്തെ തീയാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത്. ആര്? നമ്രൂദ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ട് ഇന്ന് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ആ പേര് കേൾക്കുമ്പോഴേക്ക് ലോകത്ത് സിന്ദാബാദ് എന്ന് പറയാൻ 200 കോടി ജനങ്ങളുണ്ട്. നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദ് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ ആലോചിക്കണത്. ഒറ്റ ആളുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നതാരാ? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ആരാണ് ഫിർഔൻ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ. ഇനി വേറൊരു അള്ളയെ റബ്ബ് വെക്കണമെങ്കിൽ ഇന്റെ താഴെ അല്ലാതെ ഇന്റെ മേലെ അല്ല. അതാണ് ഫിർഔൻ. വഫിർഔനദിൽ ഔതാദ്, ഫിർഔന് എതിരെ സംസാരിക്കുന്നവരെ ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ പലക പഴുപ്പിച്ചിട്ട് അതിന്മേൽ മലർത്തി കിടത്തിയിട്ട് ആണി അടിച്ചു ഉറപ്പിച്ചിട്ട് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൊക്കെ മുന്തുവാരത്തിലും ബിന്ദുവാരത്തിലും വായിലും ഒക്കെ ആ ഇരുമ്പിന്റെ ആണി പഴുപ്പിച്ച് കടത്തിയിരുന്ന ശിക്ഷ കൊടുത്തിരുന്ന ആളാണ് ആര്? ഫിറഔൻ. അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഫിറഔൻ വന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കിയും കലീമുല്ലാഹി മൂസ, 200 കോടി ജനങ്ങൾ ഇന്നും പറയും സിന്ദാബാദ് മൂസാ നബിക്ക് അലൈഹിസ്സലാം. ഫിറഔന്റെ പേരിൽ സിന്ദാബാദ് വിളിക്കണ ഒറ്റ ആളെ കാണിച്ചു തരും. നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഫിറഔന്റെ 2 ആൾക്കാരുണ്ട്? നമ്മളെ പറ്റി പഠിക്കണം. മുസ്ലിമീങ്ങൾക്ക് ഇനി വലിയ അങ്ങോട്ടാ പുണ്ണാക്കാണ്. മുസ്ലിമീങ്ങൾക്ക് എന്ത് വരാൻ? അബൂജഹലിന്റെ ആളുകൾ എന്താ ചെയ്തത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും നശിപ്പിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തത്? കയ്യും കണക്കും അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു.
എത്ര കാര്യങ്ങൾ ചെയ്തു. യാ റബ്ബ് യാ റബ്ബ്, ഒന്നും രണ്ടും നാലും കാര്യങ്ങളല്ല അല്ലേ. അല്ലാഹു റബ്ബി. അങ്ങനെ അബൂജഹൽ ഇതൊക്കെ ചെയ്തിട്ട്, ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ആ അബൂജഹലിന്റെ പേരിൽ 2 അനുയായികൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? മുഹമ്മദ് മുസ്തഫ. ആ പേര് കേൾക്കുമ്പോഴേക്ക് സിന്ദാബാദ് വിളിക്കാൻ എത്ര കോടികളാണ്. അതുകൊണ്ട് ഈ ഇസ്ലാം ഇവിടുന്നാണ് ഇല്ലാതെയാകും എന്നൊന്നും ആരും വിചാരിക്കണ്ട. നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യരുത്. മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട്. എന്ത് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എപ്പോഴാ പട്ടുമെത്തി കൂടെ പോകുന്നത്? ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഒട്ടോമൻ രാജാക്കന്മാർ വന്നു. ആരൊക്കെ വന്നു? അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ. എന്നിട്ടോ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഇവിടെ ഉണ്ടായോ? നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിക്കണം. അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിക്കണം.